ഹംപിയിലേക്കുള്ളൊരു യാത്രയായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എത്ര ഒരു പോയിന്റ് എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു ഒന്ന് പോകണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരുള്ള സമയത്ത് ഒരു ദീപാവലിയുടെ വെക്കേഷനിലാണ് ഞാൻ പോകുന്നത്. 10 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ബസ്സിൽ. അങ്ങനെ നമ്മളൊരു നൈറ്റ് ഹൊസ്പേട്ട് വന്നിറങ്ങി. അടുത്ത ദിവസം നമ്മൾ ഹൊസ്പേട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഹംപിക്ക് ബസ് കയറുന്നത്. ബസ്സിൽ കയറാൻ ഒരു രക്ഷയില്ലാട്ടോ, അത്രയും ജനം. ഇപ്പോഴും ബസ്സും ഇല്ല. 2.5 മണിക്കൂർ യാത്രയുണ്ട്. പോണ വഴിക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ആ യാത്രയിൽ ഞാൻ ഫസ്റ്റ് കണ്ട അമ്പലമാട്ടോ അത്. തുങ്കഭദ്ര നദി ദേ ഇങ്ങനെ പോകുന്നുണ്ട് ഒഴുകുന്നത്. നല്ല രസമല്ല ഫ്രെയിമുകളെ. അത് ദൂരെ കാണാം കേട്ടോ, പഴയ പഴയ ഈ ഒറ്റക്കല്ലുമ്മ തീർത്തേക്കുന്നതൊക്കെ വിസ്മയം. കരിങ്കല്ലാണിത്. ഇത് അന്നൊന്ന് ആലോചിച്ച് നോക്കി, എന്താ പെർഫെക്ഷൻ പണിത് വെച്ചേക്കണേ. ആ പാറയുടെ സൈഡിലൊക്കെ നിൽക്കണ ആ അങ്ങനെ പണിത് വെച്ച ഇത് ഇറ്റലിയിലോ യൂറോപ്പിലേക്കൊന്നും പോകണ്ട. ഇത് ഇപ്പം നമ്മൾ ഹംപി എത്തി അവിടെ നിന്ന് തൊട്ട് ഞാൻ എടുത്തേക്കുന്ന ചെറിയ 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 ഫോട്ടോസായിട്ട് ഈ കാണിക്കണില്ല. ഇത് ആനയല്ല കേട്ടോ, ആ കിടക്കണേ വെള്ളത്തിൽ പാറയാണ്. ഇവിടെ നിന്ന് നമ്മളെ കൊണ്ട് പറ്റണ പണിയാണിത്. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ, ആ ചെറിയ കല്ല് പൊട്ടിയൊക്കെ. പക്ഷെ അന്ന് അവർ ചെയ്ത പണിയൊന്ന് കണ്ടു നോക്കി നിങ്ങൾ. ഒരു മെഷീനോ ബ്ലേഡോ ഒരു സംഭവം ഇല്ലാണ്ട് അന്നത്തെ ഈ കലാകാരന്മാർ അല്ലെങ്കിൽ കൽപ്പണിക്കാർ കൊത്തിയെടുത്തേക്കുന്ന വിസ്മയം ഭയങ്കരം തന്നെയാണ്. എൻ്റെ രണ്ടാം ഭാഗം വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.